ഗണപതിയേ നമഃ. യാ ദേവീ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയേണ്ടവർക്ക് ഇപ്പോൾ വിളിക്കാം. ഡേറ്റും ടൈമും ഉള്ളവർ മാത്രമേ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. ഈ നമ്പറിൽ വിളിച്ചിട്ട് കാര്യമില്ലെന്ന് ഒരുപാട് തവണ ഞാൻ പറഞ്ഞു. വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങൾ സ്ക്രോള് നോക്കി വിളിക്കുക. ആ നമ്പറിൽ വിളിച്ചാൽ മാത്രമേ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റൂ. ഇതെന്നെ വ്യക്തിപരമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പറാണ്. ഓൺലൈനിൽ ഫലമറിയാനും ഒപ്പം ബുക്കിങ്ങിനുമൊക്കെയാണ് ഈ കാണുന്ന നമ്പറിൽ വിളിക്കേണ്ടത്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളെ ദേവിയുടെ കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് പ്രോഗ്രാം നടത്തി നേരെ മൂകാംബിക്ക് പോയി. മൂകാംബിയിൽ അന്ന് താമസിച്ച് പിറ്റേ ദിവസം തിരിച്ചു വന്നു. അതിനുശേഷം പിന്നെ പൂജയുടെ തിരക്കായി. എൻ്റെ ഭവനത്തിൽ നടക്കുന്ന നവരാത്രി പൂജ അത് കുറച്ചൊരു വിശേഷപ്പെട്ട പൂജ തന്നെയാണ്. ഞാൻ തന്നെ എൻ്റെ പൂജയെ വിശേഷപ്പെട്ടതെന്ന് പറയണമെങ്കിൽ അത്രമാത്രം എനിക്കും അതിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്. അല്ലാതെ എനിക്കങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. പിന്നെ ഇതൊക്കെ പബ്ലിക്കിൽ വീഡിയോകൾ ഉണ്ടല്ലോ, അതൊക്കെ എല്ലാവരും കാണുന്നുമുണ്ടല്ലോ. നിങ്ങളിൽ പലരും അത് കാണുന്നുണ്ടാവും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അതുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് യാഥാർത്ഥ്യമാണെന്ന് എല്ലാവരും തലകുലുക്കി സമ്മതിക്കുമല്ലോ. പിന്നെ ഒരുപാട് പേര് നേരിട്ടും വരും. ഏതായാലും പ്രാവശ്യവും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തി. ജനപങ്കാളിത്തവും ഉണ്ടായിരുന്നു. വന്നവർക്കെല്ലാം ഭക്ഷണവും കൊടുത്തു. സന്തോഷകരമായിട്ട് 15 വർഷമായിട്ട് വളരെ സ്റ്റാൻഡേർഡായിട്ട് നടന്നു പോരുന്ന ഒരു പൂജയാണ്. അഷ്ടമി തീയതിയിലാണ് ഞാൻ ഗ്രന്ഥം വെപ്പും അതോടനുബന്ധിച്ചുള്ള പൂജയും നടത്തുക. അത് കാളിക്കാണ്. നവമി ആയ ദിവസം 3 പൂജകൾ, ത്രികാല പൂജയായിട്ട് 3 പൂജകൾ ദേവിക്ക് സമർപ്പിക്കുന്നു. അതിനുശേഷം ആളെ വിളിച്ചിട്ടുള്ള വിജയദശമി എല്ലാത്തിൻ്റെയും സരസ്വതിയുടെ അനുഗ്രഹം എല്ലാവർക്കും വേണം. പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ അങ്ങനെയാണല്ലോ. പണ്ട് മുതലേ ഈ വിദ്യാരംഭത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പൂജയാണ് കാലാകാലമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നു വന്നത് സമ്പ്രദായപ്രകാരം. എൻ്റെ പിതാവും അങ്ങനെ ചെയ്ത ആളായിരുന്നു. അങ്ങനെ അദ്ദേഹവും ഇതേ രൂപത്തിൽ തന്നെയായിരുന്നു ചെയ്തത്. അപ്പോൾ അതിൻ്റെ തുടർച്ച ഞാനും ചെയ്യുന്നു. പിന്നെ ഞാൻ പക്ഷേ കുറേ വിപുലമാക്കി, അത്രമാത്രം. ഒരു കോളുണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പയ്യന്നൂരാണേ. പയ്യന്നൂർ. പറഞ്ഞോളൂ. ഡേറ്റ് പറയൂ. 20/8/1969. സമയം പറയൂ മാഡം. 4 നാഴിക 40 ദിനാഴിക. കാലത്താണോ? വെളുപ്പാൻ. ഉദിപ്പാനാണോ ഉദിച്ചിട്ടാണോ? ഉദിപ്പാൻ. ഓഹോ, ഉദിപ്പാനാണ് അല്ലേ? അതെ. ഓക്കെ. ആരുടേതാണിത്? എൻ്റെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ശബ്ദം കൊണ്ടൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ ആണാണോ പെണ്ണാണോ?
ആണാണ് ആണ്. അതെ അതെ. പണ്ടേ ഇങ്ങനെ തന്നെയാണോ ശബ്ദം? അതെ 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 അതെ. നല്ലോണം കരഞ്ഞു കാണില്ല ചെറുപ്പത്തിലല്ലേ? അതെ 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 അതെ. ഒന്ന് കരയണ്ടേ ചെറുപ്പത്തിൽ, എന്നാലല്ലേ ഇവിടെ തുറന്നു കിട്ടും. അതെ 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 അതെ. അമ്മ നിങ്ങൾ കരയുമ്പോഴേക്കും പാലെടുത്ത് തന്നു. അമ്മ പറ്റിച്ച പണിയാണ്. ഞാൻ പറയുന്നത് രാവിലെ നമുക്ക് കുറച്ച് ചിരിക്കാം, എന്നിട്ട് ഫലം പറയാ. അതാണല്ലോ അതിന്റെ രസം. അല്ലാതെ വെറുതെ ഇത് എപ്പോഴും മസിൽ പിടിച്ച് വർത്തമാനം പറഞ്ഞിട്ട് എന്ത് കാര്യം? നമുക്ക് ഏതായാലും നിങ്ങളെ ഇവിടെ ജാതകപ്രകാരം വിശാഖം നക്ഷത്രക്കാരനായിട്ടാണ് കാണുന്നത്. അത് തന്നെയല്ലേ? ആ ശരി. അപ്പോൾ പിന്നെ ഇപ്പം നടക്കുന്നത് കേതുദശയാണ്. കേതുദശയിൽ ശനിയുടെ അപഹാരം നടക്കുന്നു 26 ഒന്നാം മാസം വരെ. കുറച്ചു കാലമായിട്ട് വളരെ മോശമാണ് അവസ്ഥ. അത് മാറ്റം വരണമെങ്കിൽ ജനുവരി കഴിയണം. ആ ജനുവരി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആ മോശമായ അവസ്ഥക്കൊരു മാറ്റം വരും. ഞാൻ പറയുന്നത് മനസ്സിലായോ? ആ അപ്പോൾ ഈ കഴിഞ്ഞ 5-8 മാസമായിട്ട് വളരെ മോശമായ അനുഭവങ്ങളുണ്ടാവും. മനസ്സിനടക്കം ഒരു സുഖമില്ലാത്ത അവസ്ഥയുണ്ടാവും. അപ്പോൾ അതിന് ഈ പറഞ്ഞ ജനുവരി വരെ അതിൻ്റെ ഇതുണ്ടാവും. അതിന് ശേഷം അതിന് മാറ്റം വരും. പിന്നെ നിങ്ങൾക്ക് ഒരു സമാധാനമുള്ളത് 27-ന് ശേഷം നിങ്ങൾക്ക് ശുക്രദശ നടക്കുന്നുണ്ട്. അതുകൊണ്ട് വയസ്സാം കാലം വളരെ കുറച്ചുകൂടി നല്ല ഫലങ്ങളാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ എവിടെയും അങ്ങനെ വേണ്ടത്ര തെളിഞ്ഞ് കത്താതെ ഒരവസ്ഥയാണ് നിങ്ങളുടെ. പക്ഷെ പ്രായം കൂടുമ്പോൾ ഒരു ശുക്രന്റെ ദശയുണ്ട്. ആ ശുക്രൻ നിങ്ങളെ കുറച്ചുകൂടി നന്നാക്കാൻ വളരെ ബലവാനായ ശുക്രനാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു ധൈര്യം കാണിച്ചാൽ, നിങ്ങൾക്ക് ധൈര്യം കുറവാണ്, അതാണ് പ്രശ്നം. അപ്പോൾ ധൈര്യം കാണിച്ചാൽ നിങ്ങൾക്ക് ആ സമയത്ത് പണം ഉണ്ടാക്കാം. ഞാൻ പറയുന്നത് അതിൻ്റെ ആന്തരികാർത്ഥം മനസ്സിലാക്കണം. സമയം നന്നായാൽ മാത്രം പോരല്ലോ. ഓരോ വ്യക്തിയുടെയും നിങ്ങൾക്ക് എന്തിനും ഒരു ശങ്കയാണ്. നിങ്ങൾക്ക് അത് വിജയിക്കുമോ തോൽക്കുമോ എന്നുള്ള ഒരു പേടി ഉണ്ടാവും. അതുണ്ടായാൽ നമുക്ക് രക്ഷയില്ലല്ലോ. അപ്പം അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ മോചിതനാവണം. അതിനുശേഷം ഈ ശുക്രൻ നിങ്ങളെ രക്ഷിക്കുന്ന കാണുന്നത്. അത് 2 കൊല്ലം കഴിഞ്ഞാൽ. ഇപ്പോൾ ഉള്ള താൽക്കാലികമായ വിഷമങ്ങൾ 2 മാസം കഴിഞ്ഞാൽ മാറ്റം വരും. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സമയത്ത് ഏതാണ് സാർ? സമയം കറക്റ്റ് പറഞ്ഞുതരുമോ? ഓ, സമയം കറക്റ്റ് പറഞ്ഞുതരുമോ? അതാണ് ഞാൻ പറയുന്നത്. കേതുദശയിൽ ശനിയുടെ അപഹാരം എന്ന് ഞാൻ പറഞ്ഞില്ലേ? അതാണ് ഇപ്പോൾ നടക്കുന്ന ഇത്. അല്ല, ഈ 4 നാഴിക 40 വിനാഴിക ഉള്ളതൊന്നും കറക്റ്റായിട്ട് പറഞ്ഞു. അത് ശരി. പറഞ്ഞുതരാം. അത് 3:50. ഇനി മുതൽ വിളിക്കുമ്പോ അങ്ങനെ ചോദിച്ചാൽ മതി കേട്ടോ. 3:50 അല്ലേ? അതെ. ഓക്കെ. ശരി. ഓക്കെ. ഈ ദേവിയുടെ ആരാധനയിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഈ നവരാത്രി കാലഘട്ടമായിരുന്നു ആണെന്ന് ഞാൻ ഇതിനു മുമ്പേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആരാധന കൃത്യമായി ചെയ്യുന്നവർക്ക് തന്നെ വളരെയേറെ
പ്രോസ്പെരിറ്റി ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ നേടിയെടുക്കാനാവുമെന്നും ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിച്ചിരുന്നു. നിങ്ങൾ എത്ര പേരത് ചെവിക്കൊണ്ടു എന്നൊന്നും എനിക്കറിയില്ല. ഈ അനുഭവത്തിൻ്റെ പുറത്ത് വർത്തമാനം പറയുന്നവനെ ലേശം ബുദ്ധിയുള്ളവർ കണക്കിലെടുക്കും. ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. മറ്റുള്ള ഒരാളുടെ അനുഭവം നമ്മൾ പറഞ്ഞാലൊന്നും ശരിയാവില്ല. പണ്ടേ പറയുന്ന പോലെ പ്രസവിച്ച സ്ത്രീ തന്നെ പ്രസവ വേദനയെക്കുറിച്ച് പറയണം. അല്ലാതെ അത് ആണുങ്ങൾ പറഞ്ഞാലോ പ്രസവിക്കാത്ത സ്ത്രീ പറഞ്ഞാലോ ശരിയാവില്ല. കാരണം അത് അവളുടെ അനുഭവമാണ്. പ്രസവ സമയത്ത്, ഡെലിവറി സമയത്ത് ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നത്, ഒരു ചെറിയ സമയമേ ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത്. അവൾ 3 പ്രസവിച്ചതല്ലേ. ഒരു പ്രസവം ഞാൻ നേരിട്ട് കാണാനും എനിക്ക് ഭാഗ്യമുണ്ടായി. അമേരിക്കൻ ഡോക്ടറായിരുന്നു എൻ്റെ 2ാമത്തെ മകനെ പ്രസവം എടുത്തത്. അങ്ങനെ ഒരു ഭാഗ്യവും എനിക്ക് കിട്ടി. അമേരിക്കൻ അന്നത്തെ കാലത്ത്, ഇപ്പം പല ഡോക്ടർമാരും ഹസ്ബൻഡിനെ അടുത്ത് നിർത്തുന്നുണ്ട്. അന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. 25-28 കൊല്ലം മുമ്പെയാണ്. അപ്പോൾ അന്ന് ഊട്ടിയിൽ വെച്ചായിരുന്നു പ്രസവം. അപ്പോൾ അവിടെ വെച്ച് പ്രസവിക്കുമ്പോൾ എന്നെ അമേരിക്കയിലുള്ള ഡോക്ടറാണ് പ്രസവം എടുക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഹസ്ബൻഡിനെ ഇങ്ങോട്ട് വിളിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് തമാശയൊക്കെ അവിടെയും ഉണ്ടാക്കിയ, ഒന്നും പറയുന്നില്ല. ഏതായാലും അങ്ങനെ ഒരു എക്സ്പീരിയൻസും കൂടി എനിക്കുണ്ട്. പ്രസവം കാണാൻ, പശുവിൻ്റെ ഒക്കെ പ്രസവം ഒരുപാട് ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. പൂച്ചയുടെ പ്രസവവും കണ്ടു. അത് പക്ഷേ ഈ നിങ്ങളാരും തന്നെ മഹാഭൂരിപക്ഷവും നമ്മുടെ ജീവിത പങ്കാളിയുടെ പ്രസവം കാണാൻ നിങ്ങളിൽ ആർക്കും, ആണുങ്ങൾക്കൊന്നും അപൂർവ ആൾക്കാർക്കേ കാണാൻ സാധിച്ചു. ഇപ്പം അങ്ങനെ നിർത്തുന്നുണ്ടെന്ന് പറയുന്നു. ലേബർ റൂമിൽ അങ്ങനെ വിഷയമില്ല എന്ന് പറയുക. അങ്ങനെ ഇപ്പോൾ ഇവിടെയും അങ്ങനെ ആയിട്ടില്ല, നമ്മുടെ നാട്ടിൽ അങ്ങനെ ആയിട്ടില്ല. ഇതൊക്കെ അത് ഞാൻ പറഞ്ഞല്ലോ, അയാൾ അമേരിക്കൻ ഡോക്ടർ ആയതുകൊണ്ടാണ് അവിടെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ എനിക്കങ്ങനെ അത് കാണാനും എന്താണ് ആ സമയത്ത് അവൾക്ക് ഉണ്ടായ ഇതെന്നുള്ളത് ഒരു ഞെട്ടിച്ച അനുഭവമായിരുന്നു. അത് എൻ്റെ മനസ്സിലുണ്ട് ഇപ്പോഴും, പച്ച പിടിച്ചിങ്ങനെ നിൽക്കുന്നു. ചില അനുഭവങ്ങൾ നമ്മൾ ഒരിക്കലും നമ്മളെ മനസ്സിൽ നിന്ന് മാറിപ്പോവില്ല. അത് ഒരു പ്രത്യേകതയാണ്. അത്തരം അനുഭവങ്ങളാണ് പോലും വ്യക്തിയെ വ്യത്യസ്തനാക്കുന്നത്. സാധാരണ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടാകും. പക്ഷേ ഈ വളരെ യൂണിക്കായിട്ടുള്ള അനുഭവങ്ങൾ വ്യക്തിയെ മറ്റൊരു മനുഷ്യനാക്കി രൂപപ്പെടുത്തിയെടുക്കുമെന്നാണ്. ഞാനങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങൾ ജീവിതത്തിൽ നേരിടാൻ എനിക്ക് പരാശക്തി ഇടവരുത്തി. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ സത്യമാണ് പറയുന്നത്. ഒരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ചക്കരക്കല്ല്, പറഞ്ഞോളൂ. 2008 ഏപ്രിൽ 7 വൈകുന്നേരം 3:15. നിങ്ങൾ തന്നെയാണോ? കൊച്ചുമാൻ്റെയാണ്. ഓ, മോൻ്റെ മകനാണ്. ഓക്കെ. 7/4/2008 3:15 PM അല്ലേ? അശ്വതി നക്ഷത്രം. അതെ. എന്താണ് മകനെ കൊണ്ട്? പഠിപ്പ് 17 വയസ്സ്. ഇപ്പം 17 വയസ്സാണ്. ഇപ്പോൾ +1 ആണോ +2 ആണോ? +2 ആണ്. ലഗ്നത്തിൽ ശനി നിൽക്കുന്ന ജാതകമാണ്. ലഗ്നത്തിൽ കേതുവും നിൽക്കുന്നു. ഇങ്ങനെ വന്നാൽ ഒപ്പം ചന്ദ്രന് ബലഹാനിയും ഉണ്ട്. പഠനത്തിൽ വളരെയേറെ ഉത്സാഹക്കുറവും അതേപോലെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവുമെന്നാണ് ജാതകബലം. ഒരു മെലിഞ്ഞ പ്രകൃതം കാണിക്കുന്നുണ്ടോ? അതവന് കോംപ്ലക്സ് ആയിട്ട് മാറിയിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് തണുപ്പൊക്കെ പിടിച്ചിട്ട് വലിയ ശല്യം വരുന്നുണ്ടോ?
അതെ അതെ ഉണ്ട്. ആ അതൊക്കെ ഈ ജാതകത്തിൻ്റെ ഇങ്ങനെ ലഗ്നത്തിൽ ശനി നിന്നാലുള്ള ഫലങ്ങളാണ്. 6ാം ഭാവാധിപനായിട്ടാണ് ലഗ്നത്തിൽ ശനി നിൽക്കുന്നത് ഇവൻ്റെ. അതേപോലെ ഇവന് ഈ തീരെ താല്പര്യം കാണിക്കുന്നു. അതെ അതും തീരെ ഉണ്ടാവില്ല. ഒരു ശരിയായ രൂപത്തിൽ വളർത്തി കൊണ്ടുവന്നില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഇപ്പൊ ശുക്രദശയാണ് നടക്കുന്നത്. അപ്പോൾ ആ സമയം അത്ര അനുകൂലമായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് പോലും അവൻ്റെ ജാതകദോഷം അവനെ പിടികൂടുന്നു. അപ്പോൾ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ഒപ്പം കൗൺസിലിംഗ് കൊടുക്കുകയും ഒപ്പം പരിഹാരം ചെയ്യുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ മാറ്റം വന്നേക്കാം. അതാ അത് മനസ്സിലായി, എനിക്ക് കാര്യം മനസ്സിലായി. ഇപ്പം പ്രത്യേകിച്ച് ഒരു ഏരശനിയും ഇപ്പം തുടങ്ങിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഒന്നും തന്നെ തലയിലേക്ക് അങ്ങോട്ട് പോകുന്നില്ല. അമ്മയോട് പോലും വേണ്ടത്ര സഹകരിക്കുന്നില്ല. പിന്നെ എന്താ ചെയ്യുക? പിന്നെ അച്ഛൻ്റെ കാര്യമൊന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയാണല്ലോ ഏറ്റവും പ്രധാനം. അതുപോലും ഇപ്പം കുറച്ച് കെമിസ്ട്രി തെറ്റിയിട്ടാണ് കളിക്കുന്നത്. ഞാനിവിടെ അത് അവൻ്റെ അതന്നെ ഞാൻ പറഞ്ഞത്. കെമിസ്ട്രി തെറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലെല്ലാം അടങ്ങിയില്ലേ? അത് ഈ ജാതകത്തിൻ്റെ കുഴപ്പമുണ്ട്. പിന്നെ ഒരുതരം വല്ലാത്ത വാശിയും കാണിക്കും. അതെ, എനിക്ക് ഇന്നേ മൊബൈൽ വേണമെന്ന് പറഞ്ഞാൽ ആ മൊബൈൽ വേണം, കിട്ടിയിരിക്കണം. അതാണ് എന്താ ചെയ്യാം. ഇനി ഇപ്പോഴത്തെ ഈ ഇപ്പോഴത്തെ പുതിയ ജനറേഷനോടൊന്നും പറയാനും പറ്റില്ലല്ലോ. പണ്ടൊക്കെ എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു രക്ഷിതാക്കൾ സംസാരിക്കാനൊക്കെ. അതൊന്നും നടക്കൂല. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം അതും ഭയങ്കര പ്രശ്നമായി. അല്ലെങ്കിൽ ഞാൻ ഇടപെടുമായിരുന്നു. ഇത് ഞാൻ നിസ്സഹായനാ. ഞാനിപ്പോൾ ആരോടും കൂട്ടിക്കൊണ്ടുവരണ്ടെന്നാണ് പറയുക. കാരണം പിന്നെ അവരോട് ചില ആൾക്കാർ പറയും, അല്ല നിങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ എന്നാൽ വന്നോളൂ എന്ന് പറയും. അല്ലാതെ ഞാനിപ്പോൾ സമ്മതിക്കാറില്ല. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് എന്നെ ഇത് കേൾക്കുന്നവർക്കറിയാം, എത്രയോ കുട്ടികളെ രക്ഷിതാക്കളെ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവരുമായിരുന്നു. അന്നേരം ഞാനത് അവരുമായിട്ട് ആ മക്കളുമായിട്ട് സംസാരിച്ചിട്ട് എന്തോന്നറിയില്ല, പെട്ടെന്ന് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും അവരെ. അങ്ങനെ ഞാൻ ഒരുപാട് കുട്ടികളെ ശരിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ തലമുറയോട് രക്ഷയില്ല. ഈ 2000 മേലോട്ട് ജനിച്ച ഈ എന്താ പറയുക 2K പിള്ളേരെന്ന് പറഞ്ഞ 20 വയസ്സിന് ചോടയുള്ളവരാണ് ആ ഒരു പ്രത്യേക കുട്ടികളായിട്ട് മാറുന്നത്. അല്ല, അതിപ്പോൾ നമ്മളവരെ കുറ്റമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരവരുടേതായ ലോകം വേറെയാണ് ഇപ്പോൾ. അതിപ്പോൾ നമ്മൾ ഓരോ തലമുറയും അടുത്ത തലമുറേനെയും അതിൻ്റെ പുറകെ വരുന്ന തലമുറേനെയും കുറ്റം പറയും. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. മാറ്റം വരും. ചിലപ്പോൾ മാറ്റം വരാതിരിക്കോ? മാറ്റം ഇല്ലാത്തത് മാറ്റം എന്ന വാക്കിന് മാത്രമല്ലേ? അത് കാറൽ മാർക്സിന്റെ സുപ്രസിദ്ധമായ വചനമല്ലേ? മാറ്റമില്ലാത്തത് മാറ്റം എന്ന വാക്കിന് മാത്രമാണ്. ബാക്കിയെല്ലാം മാറ്റം വന്നുകൊണ്ടേയിരിക്കും. പണ്ട് നിരീശ്വരവാദിയായ ഞാനല്ലേ ഇന്ന് ഏറ്റവും വലിയ പൂജ ചെയ്യുന്ന മനുഷ്യൻ. ആ മാറ്റമില്ലാതിരിക്കുമോ? അതുകൊണ്ട് അതിന് സംശയമൊന്നും വിചാരിക്കണ്ട. പക്ഷേ കുറച്ചു കാലം ഈ ടീനേജ് കഴിയുന്നവരെ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഏതായാലും ദൈവാനുഗ്രഹമുണ്ട്, ആപത്തൊന്നും വരില്ലെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ സമാധാനം ചിരിക്കും അമ്മ. ആരോഗ്യം നല്ലോണം ശ്രദ്ധിക്കണം. ഈ എന്തെങ്കിലും ഈ പിന്നെ കളരിയിലും മറ്റൊക്കെ വിടുന്നതൊക്കെ നല്ലതാണ് പോവെങ്കിൽ. അത് പറയുന്നതിന്റെ ഭാഗ്യം. അതിൽ പോയാൽ ശരീരം ഒന്ന് ശരിയായി കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മനുഷ്യൻ്റെ ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുക. ആ എക്സ്പീരിയൻസ് ഉള്ളവൻ ഹീറോ, എക്സ്പീരിയൻസ് ഇല്ലാത്തവൻ സീറോ എന്നാണ്. ഒരു വ്യത്യസ്തമായ പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വരുന്ന മനുഷ്യൻ തന്നെയാണ് റിയൽ ലൈഫിൽ ഹീറോ ആവുന്നത്. അല്ലാത്തവർ ചില ആൾ പകുതി വെന്ത പോലത്തെ ഒരു കളി കളിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അവർക്ക് അനുഭവങ്ങളുടെ രാഹിത്യം തന്നെയാണ് അവരെ അങ്ങനെ ആക്കി തീർക്കുന്നത്. ഒന്നിനെക്കുറിച്ചും വലിയ കാഴ്ചപ്പാടൊന്നും ഉണ്ടാവില്ല.
ഈ പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. അതൊക്കെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ ഏറ്റവും നിർബന്ധമാണ്. അങ്ങനെ ഇല്ലാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇന്ന്. എല്ലാത്തിലും എന്തൊക്കെ ചേഞ്ചാണ് ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ പുതിയ തലമുറയിൽ സംഭവിക്കുന്നത്, അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. അതിൽ ശ്രദ്ധയൂന്നാതെ വ്യക്തി പിന്തള്ളപ്പെടുകയും പുറന്തള്ളപ്പെടുകയും ചെയ്യും. കുറച്ചുകൂടി വലിയ ഭാഷയിൽ പറഞ്ഞാൽ ബഹിഷ്കൃതനാവും. ഈ എന്താ പറയുക, പ്രത്യേകിച്ചിട്ടും ചെറുപ്പക്കാരുടെ ഇടയിൽ അയാൾക്ക് ഒരു സ്ഥാനവും ഉണ്ടാവില്ല. അമ്മാവൻ വരുന്നുണ്ടെന്നാണ് പറയുക. അമ്മാവൻ വരുന്നുണ്ട്, മാറിക്കളയാന്ന് പറയും. പഴയ കത്തിയാണെന്ന്. അതുകൊണ്ട് അപ്പോൾ മറ്റേ ചെക്കൻ പറയും കൊടുവാള കത്തിയല്ല കൊടുവാള, മാറാം നമുക്ക് മാറിക്കളയാന്ന് പറയും. അങ്ങനെ മാറും ആൾക്കാർ. അതിൻ്റെ കാരണം ഇതാണ്. ചില ആൾ മൈക്കൊക്കെ പ്രായമുള്ളവരായാലും മൈക്കെല്ലാം പിടിച്ച് പ്രസംഗിക്കുമ്പോൾ ആൾക്കാരൊക്കെ അടുത്ത് കൂടുന്നില്ലേ? ചിലർ അന്നേരം കൊഴിഞ്ഞു പോകുന്നില്ലേ ചെറുപ്പക്കാരൊക്കെ? എന്തുകൊണ്ടാണ്? ആ പ്രാസംഗികൻ അയാളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അയാളുടെ അറിവുകൾ അപ്ഡേഷൻ വരുത്താതെ കൊണ്ടാണ്. അയാൾ പഴയ കഥകളാണ് പറയുന്നത്. അത് ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ചെറുപ്പക്കാർക്ക് ഇന്ന് എന്താണ് വേണ്ടത്? അതറിഞ്ഞിട്ട് പറയുന്നവന് കേൾവിക്കാരുണ്ടാവും. ഞാനൊക്കെ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ചില ആൾ പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ അടുത്ത് കൂടും, ചിലർ പ്രസംഗിക്കുമ്പോൾ ആളുകൾ അകന്നു പോവും. ഞാൻ പറയുന്നത് ശരിയായ ഇപ്പോൾ സുകുമാർ അഴീക്കോടൊക്കെ അങ്ങനെ കാലാകാലം ആളുകളെ ആകർഷിച്ച വ്യക്തിത്വമായിരുന്നു. ഒരു പ്രസംഗം നടത്തുമ്പോഴൊക്കെ ഏത് പ്രായത്തിലും മരിക്കുന്നവരെയും കിടപ്പിലാവുന്നവരെയും ആ മനുഷ്യൻ ചിന്തകളിങ്ങനെ എന്താണ് പറയുക, അത് എവിടുന്ന് ഏതോ ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് വിടുന്ന പോലെയാണ് ചിന്തകളെ ഇങ്ങനെ വിടുക. അത് തന്നെയായിരുന്നു എം വിജയൻ്റെയും സ്വഭാവം. ആ പ്രൊഫസർ എം വിജയൻ, അദ്ദേഹവും മരിച്ചുപോയി. പിന്നെ ഏറ്റവും അത്ഭുതകരമായ മരണം നേരിട്ട് ഞാൻ കണ്ടത് ടി വിയിലാണെങ്കിലും ഇങ്ങനെ മയങ്ങിയിട്ട് അങ്ങോട്ട് വേക്കോട്ട് പറഞ്ഞു വീണിട്ട് മരിച്ചത് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അതും ഭയങ്കര മരണമാണ്. അത്തരം മരണമാണ്. അത് തന്നെയാണ് മോളെ അബ്ദുൽ കലാമിനും കിട്ടിയത്. അത്തരം മരണമാണ് മനുഷ്യർക്ക് കിട്ടേണ്ടത്. സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ ദൈവത്തിൽ വിശ്വസിക്കാത്ത മനുഷ്യരായിരുന്നു ഇവരൊക്കെ. പക്ഷേ മനസ്സ് ശുദ്ധമായിരിക്കാം. അതാണ്, ദൈവത്തിൽ തന്നെ വിശ്വസിച്ചിട്ട് ദൈവത്തിന് എന്നെപ്പോലെ ഇങ്ങനെ മണിമുട്ടി പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല. മനസ്സ് ശുദ്ധമായാൽ മതി. ഒരു കോളുണ്ട്. ഹലോ എവിടുന്നാണ് വിളിക്കുന്നത്? ഇത് മൈസൂരുള്ള ഒരാൾക്ക് വേണ്ടിട്ടാണ്. എന്റെ ഏച്ചിയാണ്. ശരി, ആയിക്കോട്ടെ, പറഞ്ഞോളൂ. 1968 ജൂലൈ 15 1943 മിഥുനം 30. ഇത് മതി. ജൂലൈ 15 മതി. ചന്ദ്രവാരം ഉദിച്ച് 2 നാഴിക 30 വിനാഴിക. കർക്കട ലഗ്നം പുരുട്ടാതി മീനക്കൂർ. അങ്ങനെ ജാതകത്തിൽ ഭയങ്കരാണല്ലോ. അങ്ങനെ തന്നതാന്ന് ചേച്ചി. 2 നാഴിക 30 വിനാഴിക. ശരി. അപ്പോൾ 7:15 ഇനി അത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. രാവിലെ 7:15. 7:15. പിന്നെ പൂരട്ടായി നക്ഷത്രം അല്ലേ? മീനക്കൂർ. ഓക്കെ. എന്താണ് പറയേണ്ട കാര്യം? എന്താണ്? അപ്പം വേദനയല്ലാന്ന് അതന്നെ ആരോഗ്യാന്ന് അറിയണ്ട്. ആരോഗ്യം ഇപ്പം 2 തരത്തിലും, അതായത് ശുക്രദശയിൽ ശനിയുടെ അപഹാരം 2028 വരെ. അപ്പോൾ ഒരു ഭാഗത്ത് ശനിയുടെ അപഹാരം, മറ്റൊരു ഭാഗത്ത് ഏരശനിയുടെ കഠിനമായ ദോഷം, രണ്ടും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ വരുന്ന 2 കൊല്ലവും കുറച്ച് മാസങ്ങളും ഏറ്റവും മോശപ്പെട്ട അവസ്ഥയായിരിക്കും. 2 കൊല്ല. അത് ഉണ്ടാവും. ശനി നീചത്തിൽ നിൽക്കുന്ന ജാതകമാണിത്. അപ്പോൾ അഷ്ടമാധിപനും കൂടിയാണ് ശനി. ആ ശനി നീചത്തിൽ നിൽക്കുന്നു. ജോലിയൊന്നും ഇപ്പം ചെയ്യുന്നില്ലല്ലോ? ഇല്ല, ജോലിയല്ല, ഏട്ടനവിടെ കച്ചവടാന്ന്. അപ്പൊ ഏട്ടനെ സഹായിക്കുന്നുണ്ട്. അതിനൊക്കെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വന്നു കളയും. പരമാവധി
പിന്നെ ഈ ലളിതമായ ചെറിയ ജോലികളാണെങ്കിൽ ഇല്ല ഏട്ടനാ ഭക്ഷണത്തിന് വിടുവോ അങ്ങനെയല്ലേ ഉള്ളൂ. പക്ഷെ വീട്ടിലെ പണിയെല്ലാം ഉണ്ട്. അതെ, പരമാവധി. പിന്നെ ഇതിപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ. ഇല്ല ഇല്ല. ഇവരെൻ്റെ അടുത്ത് നേരിട്ട് വന്നവരാണോ? അല്ല അവര് മൈസൂരാണ്. അപ്പൊ ചേച്ചി എന്നോട് അല്ല, മൈസൂരുള്ള ഒരുപാട് പേര് എന്നെ വന്ന് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതുവരെ എത്തിയിട്ടില്ല ആടാ വരണത്രേ. അതെയാ, ശരി. അപ്പോൾ വന്നിട്ട് പരിഹാരം ചെയ്യാൻ പറയണം. കുറച്ചൊരു ശമനം ഉണ്ടാവും പരിഹാരം ചെയ്താൽ. അത്രമാത്രം ശനിയുടെ ദോഷങ്ങളൊക്കെ അത്രയും കഠിനമായിട്ടുള്ള സമയമല്ലേ. ഓള് പിന്നെ ശനിയാഴ്ച അമ്പലത്തിൽ പോകും, അങ്ങനെ എഴുതിരി എത്തിക്കുക, പിന്നെ ലക്ഷ്മി പൂജ അതെല്ലാം ചെയ്യുന്നല്ലോ ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് തെറ്റില്ല. പിന്നെ അവിടെ ഏറ്റവും വലിയ പ്രധാനം ഞാൻ മനസ്സിലാക്കിയത് പവർഫുള്ളായിട്ടുള്ള ദേവി ചാമുണ്ഡി തന്നെയാണ്. അത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്, അത് വേറെ കാര്യം. പക്ഷേ ആ ദേവിയുടെ പവർ അപാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാൻ പറയണം. ഇവർക്ക് പിന്നെ പൈസക്കൊരു ബുദ്ധിമുട്ടും കാണുന്നില്ല. അതൊന്നുമില്ല, ഇതേ ഉള്ളൂ ആരോഗ്യം. അത് 2 വ്യാഴമാണ്, പൈസക്കൊരു ബുദ്ധിമുട്ടുമില്ല. 9-ാം ഭാവാധിപൻ 2 നിന്നാൽ മരിക്കുന്നവരെ പണത്തിന് വിഷമിക്കില്ലെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. പക്ഷേ ഈ പറയുന്ന കാര്യം ഹെൽത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് കൂടാനുള്ള സാധ്യതയുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ട് എന്നെ ബന്ധപ്പെടാൻ പറയൂ. നമ്പറിൽ കൊടുത്തിട്ട് എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറയൂ. ചെയ്താൽ അതിന് മാറ്റം ഉണ്ടാവും. അതൊക്കെ ഗ്യാരണ്ടിയാണ്. അതിനൊന്നും യാതൊരു തരത്തിലുള്ള നല്ല ഉറപ്പിച്ചിട്ട് പറയുന്നല്ലേ ഒക്കെ, അതിലൊന്നും യാതൊരു കളവുമില്ല. അതെല്ലാം കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുക്കും. അതിന് മാറ്റം വന്നില്ലേ പിന്നെ ഞാനെന്തിനാണ് അങ്ങനെ ഉറപ്പില്ലേ ഞാനെന്തിനാണ് അങ്ങനെ പറയുന്നത്? എന്ത് പറഞ്ഞിട്ട് അങ്ങനെ നേടാനാണ് എനിക്ക്? അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. ദേവി രക്ഷിക്കട്ടെ, പ്രാർത്ഥിക്കാം. ശരി. അതുകൊണ്ട് ഈ എന്താണ് പറയുമ്പം ഉറപ്പിച്ചങ്ങ് പറയണം. അതല്ലാതെ ആടിപ്പറയുന്നത് അത് നല്ല ലക്ഷണമല്ല. അത് ആത്മവിശ്വാസം കുറഞ്ഞവരുടെ ലക്ഷണമാണ്. നമ്മൾ ദൈവിക കർമ്മങ്ങൾ കറക്റ്റാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ ദേവിയോട് അഭ്യർത്ഥിച്ചാൽ നടക്കാതെ കാര്യമില്ല എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ സാധിക്കും. നമ്മൾ വെറുതെ മണിയും മുട്ടി കള്ളത്ര കളിയാണെങ്കിൽ ആ ധൈര്യം കിട്ടില്ല. അപ്പോൾ അയാൾ അപമാനിതനാവും. അപ്പോൾ നിങ്ങളിങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അവരെ മുഖത്ത് നോക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അങ്ങനെയുണ്ട്. അപ്പോൾ ഏതൊരാളോടായാലും ഇപ്പം ഇന്നലെ വന്നത് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി HOD. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് HOD, ഭർത്താവ് ഡോക്ടറും. ഏത് ലെവലിലാണ്! പക്ഷെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ. എന്നിട്ട് പോലും അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യന് ഒരു അത്താണി എവിടെയാണ്? എൻ്റെ ഈ ചുമട്, അതാണ് അത്താണി എന്ന് പറഞ്ഞാൽ ചുമട് ഇറക്കുന്നത്. ഈ അത്താണി എവിടെ കിട്ടും എന്ന് നോക്കി നടക്കുക തന്നെയാണ് മനുഷ്യർ. എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും അവർക്ക് കൂട്ടിയാൽ കൂടാത്ത രൂപത്തിൽ അവർക്ക് പ്രശ്നങ്ങൾ വരുന്നു. ഞാൻ എന്നിട്ട് അവരോട് ചോദിച്ചു, അല്ല മാഡം, നിങ്ങൾ ഇങ്ങനെ സൈക്കോളജീൻ്റെ HOD അല്ലേ, നിങ്ങൾ ഇങ്ങനെ വേണോ ഇങ്ങനത്തെ പരിഹാരങ്ങളൊക്കെ? അത് വേറെ കാര്യമോ? അതൊന്നും നിങ്ങൾ ഇങ്ങനെ ചോദിക്കാനേ പാടില്ല. ഞാനൊരു സൈക്കോളജിസ്റ്റാണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പരിഹാരം ചെയ്യേണ്ടതെന്നുണ്ടോ? ദൈവിക കർമ്മങ്ങൾ വേറെയല്ലേ. അത് നിങ്ങളെ ഞാൻ ബന്ധപ്പെട്ടു, അതിനെന്താണ്? ഞാൻ തന്നെ വല്ലാതായി. ഞാൻ വെറുതെ അവരോട് പറഞ്ഞു, അത് അങ്ങനെ നിങ്ങളിങ്ങനെ സൈക്കോളജീൻ്റെ ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ അതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അതൊന്നും എനിക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല എൻ്റെ പ്രശ്നം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ്? അപ്പോൾ നിങ്ങൾ രക്ഷിക്കണമെന്നുള്ള രൂപത്തിലാണ് അവരുടെ സംഭാഷണം. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വർത്തമാനം പറയുന്നവരോട് എന്തുവാ പിന്നെ നമ്മൾ തന്നെ വല്ലാതെ ഇമോഷണൽ ആവില്ലേ? അതും പിന്നെ നമ്മൾ പഴയ PDC-കാരൻ. ശരിക്കും പറഞ്ഞാൽ പാസ്സായ സർട്ടിഫിക്കറ്റ് 10ാം ക്ലാസ് അല്ലേ ഉള്ളൂ. ഇത് ഇത്ര നീളത്തിൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് സ്ത്രീയോട് എന്താ പറയേണ്ടതെന്ന് നമുക്ക് വിഷമാവില്ലേ? പക്ഷേ എന്നിട്ടും അവരെന്നെയും പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ അവരെയും പഠിപ്പിക്കുന്നുണ്ട്. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ. ചില കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ എന്നോടും പറഞ്ഞു തരുന്നുണ്ട്.
ഞാൻ അവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏതായാലും അവസാനം അവർ എൻ്റെ ദൈവികതയിൽ സറണ്ടറായി. എല്ലാ പരിഹാരത്തിനൊക്കെ ഏൽപ്പിച്ചിട്ട് അവർ പോയി. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഈ ദൈവിക കർമ്മങ്ങളും പരിഹാരങ്ങളൊക്കെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ വർദ്ധിപ്പിക്കലും കൂടിയാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് ജയറാമി ചെയ്ത പോലെ അയ്യപ്പൻ്റെ പാളി വീട്ടിൽ കൊണ്ടുവന്ന് ഏതോ ഒരു കൊള്ളം പറഞ്ഞോ ഉടനെ പാളി വീട്ടിൽ കൊണ്ടുവന്നാൽ ഭയങ്കരമാവും എന്തോന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അന്നേരം അതിനെ ചിന്തിക്കാൻ അയാൾക്ക് കഴിവ് വേണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു വ്യക്തി വലിയ സിനിമയിൽ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അയാളെ ചിന്ത പോയോ? അങ്ങനെ ഇതെങ്ങനെയാണ് അയ്യപ്പൻ്റെ സാധനം മറ്റൊരുത്തൻ്റെ വീട്ടിൽ കൊണ്ടുവരിക എന്ന് അയാൾ ചോദിച്ചോ? അങ്ങനെ ചിന്തിക്കണ്ടേ? എന്നോടൊരാൾ അത്തരം പറഞ്ഞാലും നീ എന്താണ് ഈ പറയുന്നത് ഞാൻ ചോദിക്കില്ലേ? ഇതെന്താണ് നിങ്ങൾ ഇങ്ങനത്തെ സംഭാഷണം നടത്തുന്നത്? അയ്യപ്പൻ്റെ സാധനം എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ കൊണ്ടുവരിക? അത് ശബരിമല അയ്യപ്പൻ്റെ സാധനങ്ങളല്ലേ, അത് കണ്ട വീട്ടിലൊക്കെ കയറ്റാനുള്ള സാധനമാണോ? ഒരു ഭക്തൻ എന്നുള്ള രൂപത്തിൽ ഞാൻ ഞെട്ടിപ്പോയി അത് വായിച്ചോ, അത് കണ്ടപ്പോൾ. അത് മറ്റവനെന്തോ തരികിട, അവന് അത് ആരാ ഉടായ്പല്ലാതെ മറ്റേ ആരെങ്കിലും ഇത്തരം പരിപാടികൾ നിൽക്കുമോ? അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതല്ല എൻ്റെ ഇത് ഈ ഒരൊറ്റ സംഗതിയാണ് ഞാൻ പറയുന്നുള്ളൂ. മറ്റേതൊന്നും അതൊക്കെ തെളിയട്ടെ, എന്താണ് സംഭവം ഏതാണ് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ അയ്യപ്പൻ്റെ സാധനം ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അതൊരു അന്നേരം ജയറാമും ചിന്തിക്കേണ്ടതായിരുന്നു. അത് ഇതെന്താണ് എൻ്റെ വീട്ടിൽ ഇതിങ്ങനെ കൊണ്ടുവരാമെന്ന് പറയുന്നത്, എന്താ ഈ അയ്യപ്പൻ്റെ സാധനം എൻ്റെ വീട്ടിൽ കയറ്റാൻ പറ്റുമോ? അത് ചിന്തിക്കാനുള്ള ഈ വകതിരിവ് ജയറാമും കാണിച്ചില്ല. വലിയ നടനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. IQ കുറവായിരിക്കാം ചിലപ്പോൾ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ IQ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഈ ബുദ്ധിക്ക് മേലെ ഒരു വിശേഷ ബുദ്ധി എന്നുള്ള ഒരു സാധനമുണ്ട്. അത് വെച്ചിട്ടാണ് മനുഷ്യൻ കളിക്കുന്നതൊക്കെ. ആ കളി കളിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിക്ക് അപ്പുറമുള്ളൊരു സാധനമുണ്ട്. അതാണ് വിസ്ഡം. മറ്റേത് നോളഡ്ജാണ്. ഈ വിസ്ഡം തീരെ ഇല്ലാതെ ആൾക്കാർക്കാണ് ഇത്തരം ചിന്തകളൊന്നും അവർക്ക് വരില്ല. അവർക്ക് അത് പെട്ടെന്ന് കേട്ടു ഓക്കെ എന്ന് പറയും. അത് തന്നെ അതിന് അവനും ആ ഉടായ്പുകാരൻ 1-ാം നമ്പറിന് ഇതിറക്കി. ഞാൻ സ്വപ്നത്തിലിങ്ങനെ പറഞ്ഞു, ആര് സ്വപ്നം കണ്ട്, എന്ത് സ്വപ്നം കണ്ട്, ഇങ്ങനെ എത്ര പേര് ഇങ്ങനെ പറയും. അതൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് പേരോട് ഇത് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതൊരു നമ്പറല്ലേ, നമ്മളെല്ലാം ചെറുപ്പത്തിൽ അടിച്ചിറക്കിയ നമ്പറല്ലേ അതെല്ലാം. ഇതൊക്കെ ഈ പ്രായത്തിൽ 60 വയസ്സായ മനുഷ്യനത് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്തിട്ട് കാര്യം? ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ ആ ചെറുപ്പത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ടും പക്വതയില്ലായ്മ കൊണ്ടും അതൊക്കെ വിശ്വസിച്ച് പോകും. 60 വയസ്സുള്ള മനുഷ്യന്മാർ അതൊക്കെ വിശ്വസിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കരം തന്നെ. ഇതാണ് ഈ ഞാൻ പറഞ്ഞത്, ഒരു വേണ്ടത്ര ചിന്താശേഷിയൊന്നും ഇല്ലാതെ ആൾക്കാരാണ് കൂടുതൽ. അവരെ പറ്റിക്കാൻ എളുപ്പമാണ്. ഒരു കോളുണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കുഞ്ഞിമംഗലം. വിളക്കിൻ്റെ നിങ്ങളെ നാട്ടിൽ നിന്നുള്ള വിളക്കാണ് ഞാൻ കത്തിക്കുന്ന മുഴുവൻ. എത്ര വിളക്കാണ് ഞാൻ അവിടുന്ന് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ പറയൂ. 2005 മാർച്ച് 10. 2005 മാർച്ച് 10. 12:08 ഉച്ചക്ക്. ആരുടേതാണ്? ഇത് അനിയത്തിന്റെ മോളതാണ്. പൂരിട്ടാതി നക്ഷത്രം. അപ്പോൾ ശനിദശയാണ് നടക്കുന്നത്. ആ ശനി 2034 വരെയുണ്ട്. ഇപ്പോൾ ഏറെ ശനി തീരാൻ പോകുന്നു. അതൊരു 1-2 വർഷം കൂടിയേ ഉള്ളൂ. മൊത്തത്തിൽ പിന്നെ ശനിയുടെ 2-ാം ഭാവത്തിലുള്ള ശനി ആയതുകൊണ്ട് ഇപ്പോൾ ഏത് കോഴ്സാണ് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ സയൻസ് ഡിപ്ലോമ കോഴ്സാണ് പഠിക്കുന്നത്. അല്ല, പഠനത്തിൽ വേണ്ടത്ര ഇത് കാണിക്കുന്നില്ല എന്നുണ്ടോ? കുറച്ച് നാള് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ട്രാക്കിലേക്ക് വന്നോ? ഏരശനീൻ്റെ കാഠിന്യം കുറഞ്ഞപ്പോൾ ഒരു 3 മാസമായിട്ടൊരു തലക്ക് വെളിവ് വന്ന പോലെ കാണുന്നുണ്ട് അല്ലേ? ഓക്കെ അങ്ങനെ പോട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ അഷ്ടമത്തിൽ ചൊവ്വയുള്ള ജാതകമാണ്. അതിന് വിവാഹ കാര്യത്തിലൊക്കെ കുറച്ച് സൂക്ഷിക്കണം. അതൊക്കെ പിന്നെ
ഇപ്പൊ ജോലിന്റെ വിദ്യാഭ്യാസത്തിന്റെ ഒന്നും അറിയാലോ. അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ ശനി ദശയാണ് ഈ കുട്ടിക്ക് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സമ്മിശ്ര ഫലങ്ങളായിരിക്കും. അത് ഈ എന്താണ് പറയുക, ശനിയിൽ അങ്ങനെ വ്യക്തികൾക്ക് നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവളുടെ അതേസമയം ഇവളുടെ ശരിയായ ജീവിതത്തിൻ്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് 2034 അതായത് 9 വർഷത്തിന് ശേഷം ശനിക്ക് ശേഷം തന്നെ ആയിരിക്കും, 30 വയസ്സിന് മേലോട്ട്. അത് യാതൊരു സംശയവുമില്ല. ഈ ശനിയിൽ ചെറിയ ജോലിയൊക്കെ കിട്ടും, പക്ഷെ അവളൊരു സംപ്രീതയാവുക അല്ലെ സംതൃപ്തിയാവുക അല്ലെ തുഷ്ടയാവുക എന്നൊക്കെ പറയും. അങ്ങനെ ഒരു തുഷ്ടയായ അവസ്ഥയൊന്നും ഇപ്പോൾ ഈ സമയത്ത് കിട്ടില്ല. ഒരു 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 ഇങ്ങനെ ഇപ്പോൾ അതെ ഓളെ മനസ്സിനും പലപ്പോഴും ഒക്കെ ഓളെ നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിൽ അതുണ്ടാവും. അതിന് സൂര്യയന്ത്ര യോഗമുള്ള ജാതകമാണിത്. അങ്ങനെ വന്നാൽ അവർക്ക് മൈൻഡിന് തീരെ അത് രാത്രിയാണ് ജനിച്ചെങ്കിൽ വലിയ ദോഷമാണ്. പകല് ജനിച്ചുകൊണ്ടാണ് കുറേ സമാധാനം. നട്ടുച്ചക്കാണല്ലോ ജനിച്ചത്, അതുകൊണ്ട് കുറേ സമാധാനം. അല്ലെങ്കിൽ കുറേയും കൂടി മോശമായി പോകും. ചില ആൾക്കാർക്ക് ഈ വിഷാദരോഗമെല്ലാം വരും. വിഷാദരോഗമെല്ലാം വരും. അത് തന്നെ ഡിപ്രഷൻ അതന്നെ അതന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ എനിക്ക് അറിയാവുന്നേ. അതല്ലേ ഞാൻ പറഞ്ഞു, ഉച്ചക്ക് ജനിച്ചിട്ടില്ലേ ഭ്രാന്താ, അല്ല ഈ രാത്രിയായി ജനിച്ചെങ്കിൽ ഭ്രാന്തായി പോവും, സ്കിസോഫ്രീനിയ എന്നുള്ള മനോരോഗത്തിന് അടിപ്പെടും. പക്ഷെ അത് പകല് ജനിച്ചുകൊണ്ട് അത് ലൈറ്റായിട്ട് അങ്ങ് വന്നു പോയി. വെറുതെ കുത്തിരിഞ്ഞിട്ട് സങ്കടപ്പെട്ട് കരയുക, അങ്ങനെ ഇങ്ങനെ ഒന്നിനോട് ഉന്മേഷവും ഇല്ലാതെ കളിക്കുക, അതൊക്കെ കഴിഞ്ഞല്ലോ. അതന്നെ അതൊക്കെ ഞാൻ കാണുന്നുണ്ടെന്ന് പിന്നെ എല്ലാം വിളിച്ചു പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നിങ്ങളെ കുഞ്ഞുമംഗലം കാര്യമല്ലേ, ജീവൻ്റെ ഒക്കെ വീടിൻ്റെ അടുത്താണോ? കുഞ്ഞുമംഗലത്തെ ജീവനാണ് എനിക്ക് വിളക്കൊക്കെ കുറേ തന്നത്. എൻ്റെ അമ്മയുടെ സ്വർണ്ണക്കിരീടമൊക്കെ പണിത അയാളാ. ഞാൻ അങ്ങോട്ട് പോകണം. അയാളാണ് എനിക്ക് പിന്നെ സ്വർണ്ണക്കിരീടം പണിത് തന്നത് ദേവിയുടെ. എൻ്റെ എൻ്റെ വീട്ടിലൊരു ദേവിയുണ്ട്. ആ ദേവിക്കൊരു നവരത്നം പതിച്ചൊരു സ്വർണ്ണക്കിരീടമുണ്ട്. അതൊക്കെ പണിത് തന്ന ഈ കുഞ്ഞുമംഗലം ജീവനാണ്. അതൊക്കെ അതുകൊണ്ടാണ് നിങ്ങളെ നാടുമായിട്ട് എനിക്കൊരു പ്രത്യേക ബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ 2-3 പ്രാവശ്യം വന്നു, അത് കുറേ കൊല്ലം മുമ്പേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ്, ഏതായാലും നിങ്ങൾ പിന്നെ ഇവളെ കാര്യത്തിൽ അങ്ങനെ ഭയപ്പെടാനൊന്നുമില്ല. ഈ ഏറ്റവും മോശപ്പെട്ട ആ കാലഘട്ടം കഴിഞ്ഞു. ശനിയും കഴിഞ്ഞു അത് കഴിഞ്ഞു. ഇനി പിന്നെ ഒരു കാര്യം വളരെയേറെ അവളോട് പറയണം, വളരെ സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്താൽ മതി. ഒരുത്തൻ്റെയും പിന്നെ അറിയാതെ ഒരു പ്രണയത്തിലൊന്നും പെട്ടുപോകരുത്. അങ്ങനെ പെട്ടാൽ അത് വലിയ കുഴപ്പത്തിലേക്ക് പോകും. അപ്പോൾ അതൊന്ന് പ്രത്യേകം സൂചിപ്പിക്കണം കുട്ടിയോട്. അത് ഇന്നത്തെ കാലത്തെ കുട്ടികളോട് പറയാൻ അത് യാതൊരു അർത്ഥവുമില്ല. എങ്കിലും ജാതകത്തിൻ്റെ പിന്നെ ഇങ്ങനെ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് അത് തേപ്പുറപ്പാണ്. അത് ഇവക്ക് താങ്ങാൻ പറ്റാതാവും. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. അതെൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മോളെ കാര്യം കുറച്ച് കഷ്ടമാവും. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് വളരെ വേണ്ടപ്പെട്ടവരെ കൊണ്ട് നിങ്ങൾക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വളരെ സ്നേഹരൂപത്തിൽ മോളെ അയാളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ആ മനുഷ്യൻ അങ്ങനെയൊന്നും പറയുന്ന ആളല്ല, അതുകൊണ്ട് ഞാൻ ആ പരിപാടിയെല്ലാം അദ്ദേഹത്തിൻ്റെ കാണുന്നതാണ്, അതുകൊണ്ട് അത് പറഞ്ഞത് മോളൊന്ന് കണക്കിലെടുക്കണം, അത് ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ ഒരു സാധാരണ സംഭവമല്ലേ ഇപ്പം. പണ്ടും ഉണ്ട്, ഇപ്പം പിന്നെ സർവ്വസാധാരണമായിപ്പോയി. അതൊന്നും ഒരു അർത്ഥമേ ഇല്ല. അതൊന്നും കുട്ടികളോട് അങ്ങനെ. പക്ഷേ ഇവിടെ പ്രത്യേകമായിട്ട് ഇവിടെ മനസ്സിനെ ബാധിക്കുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും പറയുകയില്ല, പറയുന്ന വിഡ്ഢിത്തരമാണ്. ഈ പറയുന്ന ഇൻസ്റ്റയുടെയും മറ്റേടെയും ലോകത്തിൽ എവിടെയൊക്കെയോ കിടക്കുന്ന ആരൊക്കെയോ
അങ്ങ് ഇപ്പോൾ പണ്ടത്തെ പോലെ ബൗണ്ടറി ഇല്ലല്ലോ, ലോകം മുഴുവൻ ഒന്നാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്ത് ഞാൻ അങ്ങനത്തെ വിഡ്ഢിത്തരമൊന്നും പറയില്ല. പക്ഷേ ഇവളെ മനസ്സിനെ ബാധിച്ചിട്ട് ഇവളെ ജന്മത്തെ തുലക്കുന്ന രൂപത്തിലൊരു പ്രശ്നമായിട്ട് അത് മാറാനുള്ള സൂചന ഞാൻ കാണുന്നു. അത് പ്രത്യേകിച്ചിട്ട് എനിക്കിപ്പം പവർ ഇന്ന് കൂടുതലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ദൈവിക പൂജകൾ കഴിഞ്ഞിട്ട് നവരാത്രി വ്രതമൊക്കെ എടുത്തിട്ട് അത് ഒരു 1-2 ആഴ്ച എനിക്ക് പവർ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഞാൻ വളരെ പറയുമ്പോൾ കണക്കിലെടുക്കണം, അമ്മ പറയുന്നത് പോലെ കണക്കിലെടുക്കണം. നിങ്ങളത് പ്രത്യേകം അവളോടൊന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ. ശരി, പരിഹാരം എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ നേരിട്ട് വന്ന് കാണാൻ നോക്കൂ. ഓക്കെ, ശരി ശരി. അപ്പോൾ അതുകൊണ്ട് ഇതാണ് സമയത്തിൻ്റെ തകരാറുകൾ ഏതെല്ലാം രൂപത്തിൽ നമ്മളെ ബാധിക്കുമെന്നുള്ളത് എൻ്റെ ഈ പരിപാടി കാണുന്ന ഓരോ വ്യക്തിക്കും മനസ്സിലാവും. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചർച്ചയിൽ അവർ 100% സമ്മതിക്കുന്നതൊക്കെ കാണുന്നില്ല. ഞാൻ അവരെവിടെയോ കിടക്കുന്ന ആൾക്കാർ ജീവിതത്തിൽ കാണാത്തവർ, ഇത് ഇവിടെ ആ കുട്ടി ജനിച്ച സമയം വെച്ചിട്ടല്ലേ ഞാൻ പറയുന്നത്. അതുകൊണ്ടല്ലേ ജാതകം നോക്കാത്തവർ രാത്രി വിളക്ക് കത്തിക്കാത്ത ആൾക്കാരാണെന്ന് പറയുന്നത്. രാത്രി വീട്ടിൽ വിളക്ക് കത്തിച്ചാലല്ലേ വീട്ടിലെ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റൂ. അല്ലെ ലൈറ്റ് പോയാൽ, കറണ്ട് പോയാൽ നമ്മൾ ഒരു മെഴുതിരിയെങ്കിലും കത്തിച്ച് അവിടെ വെക്കില്ലേ? ഇരുട്ടത്ത് നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? നമ്മൾ തട്ടിത്തടഞ്ഞ് വീഴില്ലേ? അതേപോലെയാണ് ജാതകത്തെക്കുറിച്ചും പറയുന്നത്. ജാതകം നോക്കുന്നവൻ അവൻ്റെ നല്ലതും കെട്ടതും മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചിട്ട് ചില മാറ്റങ്ങൾ വരുത്തിക്കഴിഞ്ഞാൽ, ഉദാഹരണം അഷ്ടമാധിപനിൽ ലഗ്നത്തിൽ നിൽക്കുന്നു ചൊവ്വ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, കന്നി ലഗ്നം, അഷ്ടമാധിപൻ ആണ് ചൊവ്വ. ആ ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്നു. അവൻ്റെ ശരീരത്തിൽ മുറിവും ചതവും ഏൽക്കും എന്നുള്ള 100% ഉറപ്പല്ലേ? ഏതാണ്ട് 12ഓളം ആൾക്കാരെ ഞാൻ നേരിട്ട് അവയവ വൈകല്യം വന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ഒരു ജാതക ഗ്രഹസ്ഥിതി കണ്ടു കഴിഞ്ഞാൽ അയാളോട് നമ്മൾ പറയുന്നു, മോനെ നീ ബൈക്കിലുള്ള കളി വേണ്ട. എന്താ സാർ അങ്ങനെ പറയുന്നത്? ഞാൻ ഇങ്ങനെ, നിനക്ക് ആക്സിഡൻ്റ് ഉണ്ട്, നിൻ്റെ വൈകല്യം നിനക്ക് ശാരീരികപരമായിട്ട് വരാനുള്ള സൂചനയുണ്ട്, നീ പോകാൻ പാടില്ല. ഞാനിത് ഒരു അനുഭവം എനിക്ക് നേരിട്ടുണ്ടായിരുന്നു. ഞാൻ അവനോട് 4 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, നീ ബൈക്കിൽ പോകരുത്. 2, അഥവാ ബൈക്കിൽ പോകുന്നുണ്ടെങ്കിൽ 60-ൽ മേലെ സ്പീഡ് പാടില്ല. 3, സന്ധ്യ കഴിഞ്ഞാൽ ബൈക്ക് ഓടിക്കാൻ പാടില്ല. 4, ഏതെങ്കിലും ഒരു കുപ്പി ബിയർ പോലും, ഒരു ഗ്ലാസ് ബിയർ അടിച്ചിട്ട് പോലും നീ വാഹനം ഓടിക്കാൻ പാടില്ല. ഈ 4 കാര്യം പറഞ്ഞു. അവൻ ഈ 4 ലംഘിച്ചു. കോപ്പാലത്ത് പോയിട്ട്, ബിയറല്ല, കോപ്പാലം എന്ന് പറഞ്ഞാൽ നമ്മളെ തലശ്ശേരിക്കടുത്തുള്ള മാഹി ഏരിയയിൽപ്പെട്ട ഒരു സ്ഥലമാണ്, പള്ളൂരിനെല്ലാം അടുത്ത് ഉള്ള സ്ഥലം. അവിടെ മദ്യത്തിന് വിലക്കുറവാണ്. അവിടെ പോയിട്ട് ഹോട്ട് തന്നെയാണ് അടിച്ചത്, വിസ്കി അടിച്ച് രാത്രി 9:30 മണിക്ക് പറപ്പിച്ചു വിട്ടു. പോസ്റ്റ് കാലിനടിച്ചിട്ട് 4 കമ്പി ഇട്ടു കാലിന്. 1ഉം 2ഉം അല്ല, മൊത്തം 4 കമ്പി. എന്നിട്ട് പിന്നെ അവിടെ കിടന്ന് നിലവിളിയാണ്, ആ ഇന്ദുലാൽ സാറിനെ ഒന്ന് കാണണമായിരുന്നെന്ന് പറഞ്ഞിട്ട് ആശുപത്രി കിടന്നിട്ട് അവൻ്റെ അമ്മ ഫോൺ അവന് കൊടുത്തു. എന്നോട് പറഞ്ഞു, ഒന്ന് സാറൊന്ന് ആശ്വസിപ്പിക്കുക. ഞാൻ പറഞ്ഞു, എന്താണ് ഇങ്ങനെ? സാറ് അവനെ രക്ഷിക്കാൻ വേണ്ടി നോക്കി, അവനെ അനുസരിച്ചില്ല, അവനിപ്പോൾ ഈ 4 ലംഘിച്ചു. എൻ്റെ മുമ്പ് നിന്നാണല്ലോ ഇതെല്ലാം പറഞ്ഞത്. ഏതായാലും എൻ്റെ മോനിപ്പോൾ 4 കമ്പിയിട്ട ആശുപത്രി കിടക്കുകയാണ്, ഒന്ന് അവനെ ആശ്വസിപ്പിച്ചേക്കെന്ന് പറഞ്ഞു. ഞാൻ എന്ത് പറയാനാണ്? അതാണ് സത്യം. ഏതായാലും വരേണ്ടത് വഴി തങ്ങൂല, എന്നെ കൊണ്ട് തടുത്ത് മാറ്റാനായില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ജ്യോതിഷം മുൻകൂട്ടി നോക്കിക്കഴിഞ്ഞാൽ, അത് അനുസരിച്ച് കഴിഞ്ഞാൽ, അവനിങ്ങനെ ഇതിലേ കേട്ടു, ഇയാളെന്തോ വിഡ്ഢിത്തരം പറഞ്ഞു, വങ്കൻ എന്ന് തോന്നിയിട്ടുണ്ടാവും അവനാദ്യം ഇതിലേ അങ്ങ് വിട്ട് കളഞ്ഞു. ആശുപത്രിയിൽ കമ്പ്യൂട്ടർ കിടക്കുമ്പോൾ ചെക്കന് ബോധം വന്നു, ഓ അയാൾ ഇങ്ങനെ ഉള്ള ആളായിരുന്നല്ലേ. ഏതായാലും ഇത്തരം വർത്തമാനങ്ങൾ ഇനിയും നമുക്ക് തുടരാം. ഇതൊക്കെ പറഞ്ഞു കൊടുക്കണമല്ലോ മനുഷ്യന്മാർക്ക്. ആർക്കെങ്കിലും എവിടെയെങ്കിലും കൊണ്ടാലോ, എല്ലാവർക്കും കൊള്ളില്ല.
അയാൾ എന്തൊക്കെയോ ഇങ്ങനെ അയാളെ വയറ്റിപ്പഴപ്പ് എന്തോ തട്ടുന്നു, അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നു, അയാൾ പോകുന്നു, അയാളെ വയറ്റിപ്പഴപ്പല്ലേ എന്തെങ്കിലും പറയട്ടെ എന്ന് വിചാരിക്കുന്നവനും ഉണ്ടാവും. അത് അവൻ്റെ വിധി. എന്നെ ശ്രദ്ധാപൂർവം എന്നെ ഫോളോ ചെയ്യുന്നവരോടാണ് എനിക്ക് പറയാനുള്ളൂ. മറ്റേത് പിന്നെ ഒന്നും ഞാൻ പറയുന്നില്ല. അത് ഓരോ ആളും ഓരോ തരത്തിൽ കാണും, ഒന്നും ഒരു വിഷയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത് നല്ലതാണ്. അതേപോലെ പരിഹാരം അത് ഓരോരുത്തരുടെ വിശ്വാസം പോലെയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പരിഹാരങ്ങൾക്ക് വേണ്ടിയും ജ്യോതിഷ ഫലങ്ങൾ അറിയാനും എന്നെ ഫോൺ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് എന്നെ വന്ന് കാണാം. ഓൺലൈനിൽ അറിയേണ്ടവർക്ക് വാട്സാപ്പിൽ ഡേറ്റും ടൈമും അയച്ചുകൊണ്ട് അങ്ങനെയും അറിയാൻ സൗകര്യമുണ്ട്. ഏതിനും അതിലൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.